ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ കണ്ട് ഒളിക്കുന്നവരല്ല, അതിനെ കണ്ട് കുനിയുന്നവരല്ല, അതിനെ കണ്ട് വഴിമാറി പോകുന്നവരല്ല, 4 ആഴ്ച ഒളിച്ചിരിക്കുന്നവരല്ല, പ്രശ്നം പോകുന്നത് വരെ മാറുന്നവരല്ല, പിന്നെയോ ആ പ്രശ്നത്തിലൂടെ കടക്കുന്നവരാണ്. ചില കാര്യങ്ങളെ ക്രോസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. ഹല്ലേലൂയ. 25 കൊല്ലം ആത്മീകത്തിൽ നിൽക്കുമ്പോൾ എത്രയോ കാര്യങ്ങളെ നമ്മൾ തരണം ചെയ്യണം, എത്രയോ വിഷയങ്ങളെ ചവിട്ടി കടന്നു പോകണം. ചെങ്കടൽ അതുപോലത്തെ ഒരു വിഷയമാണ്. എന്നും മുമ്പിൽ കാണില്ല, പക്ഷെ ഓരോ ഭക്തനും ഓരോ വിശ്വാസിയും ഓരോ ദൈവവൈതലും കൃപയിലേക്ക് വരുമ്പോൾ അതിനെ കടന്നു വേണം വരാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഇടുക്കവാതിലിലൂടെ അകത്ത് കടക്കാൻ പോരാടണം. ചില വാതിലുകൾ നമ്മൾ കടന്നേ പറ്റൂ. അത് വാതിൽ എനിക്ക് ചേരുന്നതാണോ അല്ലയോ എന്നുള്ളതല്ല, എൻ്റെ സൈസിലാണോ പണിതെന്നുള്ളതല്ല, ഏതാണെങ്കിലും എനിക്ക് അതിലൂടെ കടന്നേ പറ്റൂ. ചില വിഷയങ്ങൾ കടന്നു പോകണം, ക്രോസ് ചെയ്യണം. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ നിന്ന് പകരക്കാലം നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തിന് മുമ്പിൽ നീ പകച്ചു നിൽക്കുമെന്നല്ല. ഇപ്പോൾ നിന്റെ മുമ്പിൽ വലിയ വിഷയമായിരിക്കാം, ചെറിയ വാതിലും വലിയ വിഷയമായിരിക്കാം, പക്ഷെ ഇന്ന് പകലിൽ വിശ്വസിക്കണം, അതിലൂടെ ക്രോസ് ചെയ്യാൻ ആ വിഷയത്തെ കടന്നു പോകണം. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവര് വെള്ളത്തിൽ കൂടി കടന്നപ്പോൾ നദി അതിനെ മുക്കിയില്ല. അവൾ സ്തോത്രം തീയിലൂടെ കടന്നു എന്നെഴുതിയിരിക്കുന്ന വാക്ക് നമ്മൾ ഓർക്കുന്നില്ലേ? തീയിൽ കടന്നു പോകുകയല്ല, അവിടെ ചാമ്പലാകുകയല്ല, ആ തീയെ നമ്മൾ ക്രോസ് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ജീവിതം എന്ന് പറയുന്നത് ഒരു വിഷയത്തെ കാണേണ്ടി വരില്ലെന്നല്ല, ചില വിഷയങ്ങളെ നമ്മൾ കടന്നു പോയേ പറ്റൂ, ചില കാര്യങ്ങളെ തരണം ചെയ്തേ പറ്റൂ, ചില വെള്ളത്തിലൂടെ നമ്മൾ കയറിയേ പറ്റൂ. സ്തോത്രം. ചില കുഴികളെ നമ്മൾ താണ്ടിയേ പറ്റൂ, ചില തീച്ചുളകളെ തരണം ചെയ്തേ പറ്റൂ, ചില ചെങ്കടലുകളെ സ്തോത്രം താണ്ടിയേ പറ്റൂ, ചില ഇടുക്കവാതിലൂടെ കയറി ഇറങ്ങിയേ പറ്റൂ. ഇന്ന് പകലിൽ എത്ര പേർ ദൈവസന്നിധിയിൽ അനുഭവിച്ചിട്ടുണ്ട്? ചെറിയ ചെറിയ വിഷയങ്ങളാണെങ്കിലും അതിലൂടെയൊക്കെ കയറി ഇറങ്ങിയ ഞങ്ങൾ ഇതുവരെ വന്നത്. ഒരു വിഷയം പോലും കാണാതല്ല ഞങ്ങളുടെ പിള്ളേർ ഇതുവരെ എത്തിയത്. ഇന്ന് പകലക്കാലം ഇതിനകത്ത് പകച്ചു നിൽക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്തിരുന്ന് സ്തോത്രം ചെയ്യുന്ന, കരമുയർത്തുന്ന, ആത്മാവിൽ നിറയുന്നവരെല്ലാം പറയുന്നത് അനേക വിഷയങ്ങളെ ക്രോസ് ചെയ്ത് തരണം ചെയ്താണ് ആത്മീകരായ പലരും ഇതുവരെ എത്തിയത്. പല വിഷയങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് ഇവിടെ വരെ എത്താൻ ഇടയാക്കിയത്. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അങ്ങനെ പരിശോധിച്ചാൽ ഒരുപാട് താഴ്വരകൾ, കുന്നുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂരിരുൾ താഴ്വരയിലൂടെ കടന്നാലും സ്തോത്രം. ഹല്ലേലൂയ. കൂരിരുൾ താഴ്വരയിലൂടെ സ്തോത്രം അതിലെ നമ്മൾ നടന്ന് ക്രോസ് ചെയ്യേണ്ട സമയത്തും ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ഇങ്ങനെ ചില പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യേണ്ടി വരും. നമ്മൾ വായിച്ച ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു. അത് മിസ്രയീമ്യർ ചെയ്യാൻ നോക്കിയപ്പോൾ സ്തോത്രം അവർ മുങ്ങിപ്പോയി. സ്തോത്രം. എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ കാഠിന്യത്തിന്റെ മുമ്പിൽ വരുമ്പോൾ മനസ്സിളകാം. നമ്മുടെ കർത്താവ് പോലും ഗതസമനയിലേക്ക് എത്തിയപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് എത്തി. കാരണം അഭിമുഖീകരിക്കാൻ പോകുന്നത് അത്ര വലിയൊരു കാര്യമാണ്. സ്തോത്രം. മനസ്സിലായോ? അല്ലാതെ 3.5 മണിക്കൂർ ഒരു നാടകത്തിൽ, മശികാചരിത്രത്തിലോ അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിലോ നമ്മൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു നാടകത്തിൽ അഭിനേതാവായിട്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യനെ അഭിനയിക്കുന്നത് പോലെ യേശു ഇവിടെ വന്ന് അഭിനയിക്കാൻ വന്നതല്ല. അതിനെക്കുറിച്ചൊരു വേദപുസ്തക വ്യാഖ്യാതാവ് എഴുതിയിരിക്കുന്നത് മൊത്തത്തിൽ യേശു ഗതസമന മുതൽ കാൽവരി വരെ സഹിച്ച മുഴുവൻ കഷ്ടങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ: ഒരു മനുഷ്യൻ നരകത്തിൽ പോയാൽ നരകത്തിൽ കടന്ന് അനുഭവിക്കേണ്ടതെല്ലാം യേശുക്രിസ്തു ഇവിടെ വെച്ച് അനുഭവിച്ചു. അത്രയ്ക്ക് സ്തോത്രം വേദനയായിരുന്നു. അപ്പോൾ ഈ വ്യാകുലവും ആകുലവും ഒക്കെ അവിടുത്തെ പ്രശ്നമാണ്, അവിടെ മുതൽ തുടങ്ങിയതാണ്. നരകത്തിലെ പ്രതിസന്ധി അതൊക്കെ കർത്താവ് ഇവിടെ മനുഷ്യന് വേണ്ടി അനുഭവിക്കുകയാണ് ചെയ്തത്, ക്രൂശിൽ കടന്നുകൊണ്ട്. അപ്പം മനസ്സ് എപ്പോഴും ചഞ്ചലപ്പെടാം. സ്തോത്രം. പ്രശ്നങ്ങൾ വരുമ്പോൾ, കൊച്ച് പരീക്ഷയ്ക്ക് ജയിക്കാതെ വരുമ്പോൾ, എല്ലാവർക്കും ജോലി കിട്ടി എൻ്റെ കൊച്ചിന് മാത്രം ജോലി കിട്ടാതെ വരുമ്പോൾ, 3 വട്ടം പരീക്ഷ എഴുതിയിട്ട് തോറ്റു പോകുമ്പോൾ, നമ്മളൊരു നല്ല രാജ്യത്തേക്ക് പോകാൻ വേണ്ടി കാത്തിരുന്നു, ഒന്നുമല്ലാത്തവനൊക്കെ കയറിപ്പോയി, അവൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് കിട്ടി, നമ്മൾ പിന്നെയും പെട്ടുകിടക്കുക, നമ്മുടെ കൊച്ച് പരീക്ഷ എഴുതിയിട്ട് പിന്നെയും ഇവിടെ കിടക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടാം, ഇളകുക എന്നുള്ളത് സ്വാഭാവികമാണ് മനസ്സ്. പക്ഷെ അതിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ് കൃപ. സ്തോത്ര. ഹല്ലേലൂയ. മനസ്സിളകുക എന്നത് സ്വാഭാവികമാണ്, പക്ഷേ ആത്മീകത്തിന്റെ പ്രത്യേകത, അഥവാ ആരെങ്കിലും മനസ്സിളകിയാലും അപ്പ ഉറയ്ക്കും. ഒരു സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നില്ലേ, എനിക്ക് സ്തോത്രം, സങ്കീർത്തനം എത്ര സങ്കീർത്തനം ഓർക്കുന്നു, എൻ്റെ മനസ്സ്
ഉറച്ചിരിക്കുന്നു. എത്ര സങ്കീർത്തനാന്നറിയാമോ? സ്തോത്രം. മനസ്സുറച്ചിരിക്കുന്നു എന്ന് സ്തോത്രം പറയുന്നത് എത്രയാണ്? 57-ാം സങ്കീർത്തനം. 57-ാം സങ്കീർത്തനത്തിൻ്റെ സ്തോത്രം 57-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. 6-ാം വാക്യം വായിച്ച ആദ്യം. അവർ എന്റെ കാലടികൾക്കൊരു വല വിരിച്ചു. എന്റെ മനസ്സിടിഞ്ഞിരിക്കുന്നു. മനസ്സിടിഞ്ഞു. മനസ്സിടിയാന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. മനസ്സിളകി, ഇടിഞ്ഞു പോയി, പണിത്. സ്തോത്രം. വലിയ പ്രതീക്ഷയോടുകൂടെ മനസ്സിനെ പണിത് കൊണ്ടുവരിക, സ്വപ്നം കണ്ടുവരികയാണ്. കുഞ്ഞിനെ പഠിപ്പിച്ചു, അവൻ 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+ മേടിച്ചു. അപ്പം മനസ്സ് പതുക്കെ പതുക്കെ പണിത് വരികയാണ്. കഷ്ടമുണ്ട്. അച്ചായൻ്റെ ഒരു ചെറിയ ജോലിയും കൊണ്ട് നടന്നൊരു മനുഷ്യനാണ്. സ്തോത്രം. ഞാൻ നിങ്ങളുടെ കാര്യം പറയുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഈ സാധാരണ കാര്യം പറയുന്നത്. അപ്പം കൊച്ചു 10ാം ക്ലാസ്സിൽ എല്ലാത്തിനും സ്തോത്രം നന്നായിട്ട് A+ മേടിച്ച് ജയിച്ചപ്പോൾ നമ്മുടെ മനസ്സ് ഒരു നില നല്ല കരിങ്കലിട്ട് പണിത് ഒരു പ്രതീക്ഷ നമുക്ക് കിട്ടി. മനസ്സ് പണിതു. +2 എന്നപ്പോൾ സ്തോത്രം അതുപോലെ തന്നെ നന്നായിട്ട് ഉഴപ്പാതെ പ്രാർത്ഥനയ്ക്ക് വന്ന അമ്മയുടെ കൂടെ സ്തോത്രം അങ്ങനെ ടെസ്റ്റുകളൊക്കെ പാസ്സായി. +2 സ്തോത്രം പാസ്സായി. അത് കഴിഞ്ഞിട്ട് അടുത്ത എൻട്രൻസിലേക്കോ മറ്റെന്തിലേക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം എന്തൊക്കെയോ അപജയങ്ങൾ സംഭവിക്കാൻ തുടങ്ങി, പതുക്കെ ഇളകാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ മനസ്സിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ പരാജയപ്പെട്ടു എന്ന് കേട്ടപ്പോൾ നമ്മൾ കഴിഞ്ഞ 5 കൊല്ലമായി പണിതുകൊണ്ട് വന്നത് പെട്ടെന്ന് ഇടിയും. പണിയാൻ 5 കൊല്ലം വേണം, ഇടിയാൻ ഒരൊറ്റ സംഭവം മതി. സ്തോത്രം. അങ്ങനെയല്ലേ വാക്കിനകത്ത് കണ്ടോ? എൻ്റെ മനസ്സ് ഇടിഞ്ഞു. നിങ്ങൾ ഓർത്തു നോക്കി, 8 കൊല്ലമായിട്ട് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിന്ന കാലത്തും ആർക്കും കുനിഞ്ഞു കൊടുക്കാതെ രാത്രിയൊക്കെ കഠിനമായി 8 മണിക്കൂറൊക്കെ ഇരിക്കാൻ പറ്റാതെ ജോലി ചെയ്യുന്നതിനിടയിൽ ഉപവസിച്ച് കുടുംബത്തെ ദൂരത്തിരുന്ന് പണിതവർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവരെ ഒന്നും പൊളിക്കാൻ പറ്റിയില്ല. പക്ഷേ അത്രയ്ക്ക് 10 കൊല്ലം കൊണ്ട് നമ്മൾ എരിവോ കോട്ടയേക്കാൾ വലുതായിട്ട് പണിതുകൊണ്ട് വന്നത് ഈ അടുത്ത കാലത്ത് നേരിട്ടൊരു വിഷയത്തിന് നടുവിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് പണിതത് ഒരു നിമിഷം കൊണ്ട് ഇടിഞ്ഞുപോയി. മനസ്സിന്റെ ഒരു പ്രശ്നമാണത്. സ്തോത്രം. ഇടിഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തീർന്നെന്ന് വിചാരിക്കരുത്. ആ സമയത്ത് ആദ്യം പറയണം. ചിലയൊക്കെ വന്നു, നമ്മൾ പെട്ടെന്ന് അങ്കലാപ്പിലായി. ചിലപ്പോൾ 10 പേരുടെ മുമ്പിൽ വെച്ച് നമ്മൾ മൊർദെഖായിയെ പോലെ സ്തോത്രം വെപ്രാളം കാണിച്ചു കാണും. മൊർദെഖായിയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? 4-ാമത്തെ അധ്യായത്തിനകത്ത് പട്ടണമധ്യത്തിൽ ചെന്നിട്ട് വസ്ത്രം വലിച്ചു കീറി, തലമുടി പിച്ചി പറിച്ചു, മണ്ണ് വാരി ആകാശത്തിലേക്ക് എറിഞ്ഞിട്ട് വാവിട്ട് നിലവിളിക്കുക. വീടിനകത്ത് കിടന്ന് വേണമെങ്കിൽ നിലവിളിക്കാം. കാരണം എന്താ? പട്ടണത്തിൽ പോയി നിലവിളിക്കണം എന്തിനാ? സ്തോത്രം. രാജാവ് യഹൂദന്മാർക്കെതിരെ ഒരു ഡേറ്റ് നിശ്ചയിച്ച് ഹാമാന്റെ പ്രേരണയ്ക്കകത്ത് അവർ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിയമം പാസ്സാക്കിയെന്ന് കേട്ടപ്പോഴാ. അത് പെരക്കകത്ത് കിടന്ന് നെഞ്ചത്തടിച്ചാൽ കുഴപ്പമില്ല, പട്ടണത്തിൽ പോയി വസ്ത്രം കീറി ഇത് നാണക്കേടായി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യാം. ഏത് മനുഷ്യനും അങ്ങനെ സംഭവിക്കാം. അതൊക്കെ പെട്ടെന്നുണ്ടാകാം. പക്ഷേ എത്രയും പെട്ടെന്ന് ഞാൻ ദൈവമക്കളോട് പറയാം, ഇടിഞ്ഞതല്ല വിഷയം, പണിയുന്നതാണ് വിഷയം. ഹല്ലേലൂയ. മനസ്സിടിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് 1 കൊല്ലം കറങ്ങി നടക്കരുത്. ഇടിയാം, എത്ര വലിയവനും ഇടിയാം, വ്യാകുലപ്പെടാം, ഇളകാം, പക്ഷെ പെട്ടെന്ന് സെറ്റ് ചെയ്തോളണം. കാര്യം നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല, വിഷയം നടന്നോ എന്നുള്ളതല്ല. മനസ്സിടിഞ്ഞു പോയാൽ പിന്നെ ദൈവപ്രവൃത്തി നടക്കുകയല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ദാവീദ് എന്തോ ചെയ്തു? 6-ാമത്തെ വാക്യത്തിൽ കാലടികൾ വല വിരിച്ചു എന്ന് കേട്ടപ്പോൾ, എനിക്കെതിരെ ആരോ വല വിരിച്ചിട്ടുണ്ട്, എന്നെ കുടുക്കാൻ ചില പദ്ധതി ഒപ്പിച്ചിട്ടുണ്ട്, എന്റെ കൊച്ചിനെ കുരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നീക്കുന്നുണ്ട്, വക്കീലിനെ കാണുന്നുണ്ടെന്നൊക്കെ കേട്ടപ്പോഴേക്കും, വല വിരിച്ചെന്ന് കേട്ടപ്പോഴേക്കും മനസ്സിടിഞ്ഞു. ആ വാക്യം കണ്ടോ? അവരെന്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. വലയെ കുരുങ്ങിയോ? ഇല്ല. സ്തോത്രം. വലക്കകത്ത് വിട്ടിട്ട് വലയെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് പട്ടിയെ പിടിച്ച പോലെ സ്തോത്രം ചാക്കിനകത്ത് കെട്ടിയോ? ഇല്ല. വല വിരിച്ചെന്ന് കേട്ടുള്ളൂ. കേട്ടപ്പോഴേക്കും മനസ്സിടിഞ്ഞു. സ്തോത്രം. എന്തെങ്കിലും ഒരു കാര്യം നമുക്കെതിരെ നീക്കമുണ്ടെന്ന് കേട്ടാ മതി, ഇടിയുന്നതാണ് മനസ്സ്. നമ്മളെക്കാൾ വലിയ സിംഹാസനവും കിരീടവുമുള്ള ആരെവിടെ എന്ന് ചോദിച്ചാൽ അംഗരക്ഷകരടുത്തു വരാനുള്ള മഹാരാജാവ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനായി പറയുന്നത്, ആരാണ്ടും വല വിരിച്ചെന്ന് കേട്ടപ്പോഴേ ഇടിഞ്ഞെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എവിടെ ഇരുന്നൊന്ന് പറഞ്ഞാൽ മതി, ദൈവമേ ആരും മിടുക്കരല്ല. സ്തോത്രം. ദൈവമേ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാനും ഇടിഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിടിഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടുകാരും ഓർത്തപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനാ പിന്നെ യോഗത്തിന് വന്നത്? മനസ്സിടിഞ്ഞെങ്കിൽ ആ വഴി അങ്ങ് പോയാ പോരായിരുന്നു, അവിടെ അങ്ങ് കടന്നാ പോരായിരുന്നു. എന്തിനാ പിന്നെയും പുസ്തകം മുഖി പിടിച്ചോണ്ട് ഇവിടെ വന്നത്?
ഇവിടെ വന്നത് മനസ്സിടിഞ്ഞെന്ന് പണിയാനല്ല. പിന്നെയോ സ്തോത്രം, ഇതിനകത്തിരുന്ന് പണിതിട്ടേ പോകാവൂ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ ജനുവരി 17 ഈ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ നീ പിശാചിന്റെ തലയെ ചവിട്ടിക്കൊണ്ട് പറയണോ, ചില സംഭവങ്ങളൊക്കെ ഞാനും നേരിട്ടു, ഞാനും വെപ്രാളത്തിലായി പോയി, ഞങ്ങൾ പകച്ചുപോയി, ഒന്നിനു പുറകെ ഒന്നായി വന്നപ്പോൾ കഴിഞ്ഞ 10 വർഷത്തെ വീര്യം കെട്ടുപോയി, ഞാൻ ഇടിഞ്ഞുപോയി. പക്ഷെ ഇന്നിവിടെ വന്നത് ഞാൻ എന്റെ സഭയിലേക്ക്, ഞാൻ ദൈവമക്കളുടെ നടുവിലേക്ക് വന്നത് ആരെങ്കിലും 4 പേരെ കണ്ടിട്ട് ഞാൻ ഇടിഞ്ഞുപോയി പറയാനല്ല. ഇടിഞ്ഞു പോയിന്ന് പറയാൻ വേണ്ടിയിട്ട് അതിന് കെട്ടിയിട്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം അല്ല ഇത്. അത് പറയാൻ വേണ്ടി മേടിച്ചു വെച്ച മൈക്കല്ല ഇത്. പിന്നെ എന്തിനാ ഇതിൽ കൂടെ കേൾക്കുന്ന ശബ്ദം എന്നറിയോ? ആരെങ്കിലും മനസ്സിടിഞ്ഞ് ഇതിനകത്ത് കയറിയാൽ അവന്റെ മനസ്സ് പണിയാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പകരുന്ന ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. മനുഷ്യനെ പണിയുന്ന സ്ഥലമാണ് ദൈവസഭ. ഇടിഞ്ഞുപോയ മനസ്സിനെ പണിയുന്ന സ്ഥലമാണ് ദൈവസഭ. നീ 1000 സ്ഥലത്ത് കയറി ഇറങ്ങി നടന്നിട്ട് മനസ്സ് പണിയപ്പെടുന്നില്ലെങ്കിൽ നീ യോഗത്തിന് പോകാതിരിക്കുക നല്ലത്. ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ 10 ദിവസം ഒരിടത്ത് യോഗത്തിന് പോയി, അല്ലെങ്കിൽ ഞാൻ സ്തോത്രം 4 ആഴ്ചയായി ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി. അവിടെ ചെന്നതുകൊണ്ട് എൻ്റെ മനസ്സുറച്ചെങ്കിൽ നീ എങ്ങോട്ടും പോകണ്ട, അവിടെ തന്നെ വെക്കൂ. കഴിഞ്ഞ 25 കൊല്ലമായി സൂചി വിഴുങ്ങി പോലെ പോയി നിൽക്കുന്നുണ്ട്, എന്നും മനസ്സിടിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇനി എങ്ങും പോകാതിരിക്കാൻ നല്ലത്. സ്തോത്രം. ചില തേയിലയും പഞ്ചാരോടെ മേടിച്ച് രാവിലെ മുതൽ കട്ടൻ ചായ ഇട്ട് കുടിച്ചുകൊണ്ട് വീട്ടിലിരിക്കുക, അതാ നല്ലത്. കാരണം ദൈവസഭ ഇടിഞ്ഞവനെ പണിയാനുള്ളതാണ്. സ്തോത്രം. കർത്തൃസന്നിധിയിൽ വന്നിട്ട് പറയണം, ഞാൻ ഇടിഞ്ഞാണ് ഇവിടെ വന്നത്. ഞാൻ ആരൊക്കെ എന്തൊക്കെ ചെയ്തെന്ന് കേട്ടപ്പോൾ പോകാനൊരു സ്ഥലമില്ലായിരുന്നു, എൻ്റെ കുഞ്ഞിനങ്ങനെ പറ്റിയെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചു, ആരാണ്ടു ഞങ്ങൾക്ക് വിരോധമായി പ്രവർത്തിച്ചു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ആടി ഉലഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഉലഞ്ഞു പോയവൻ പണിയപ്പെടാത്തവരൊക്കെ ആ വഴി പോയി. ഏലിയാവ് എത്ര മിടുക്കനായിരുന്നു. സ്തോത്രം. ശ്രേഷ്ഠനാണ്, പക്ഷെ കുറ്റം പറയുകയല്ല. എന്താ സംഭവിച്ചു? പണിയപ്പെടാൻ മനസ്സുണ്ടായില്ല. സ്തോത്രം. ഇടിഞ്ഞുപോയി. ഇസബേല് തനിക്കെതിരെ വില പറയുന്നു, തല കൊയ്തെടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇടിഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലോ, ആർക്കും പറ്റാം. നമ്മുടെ യേശു കർത്താവ് വന്നിട്ടും വ്യാകുലപ്പെട്ടു. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലുത്, എന്ത് വില കൊടുത്തും ആരെങ്കിലും കൂടെ കയ്യെ പിടിച്ച് നിന്നോണ്ട് പ്രാർത്ഥിച്ച് ഇടിഞ്ഞത് പണിതെടുത്തില്ലെങ്കിൽ സ്തോത്രം, നമ്മുടെ ജീവിതം താറുമാറായി മാറും. ഹല്ലേലൂയ. താറുമാറായി മാറും. എന്താ പറ്റി? ദാവീദിന്റെ വാക്ക് നട വായിച്ചേ. സ്തോത്രം. വല വിരിച്ചെന്ന് കേട്ടപ്പോഴേ മനസ്സിടിഞ്ഞു. അവരെന്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അവർ അതിൽ തന്നെ വീണു. 7ാമത്തെ വാക്യത്തിലേക്ക് എത്തിയപ്പോൾ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. 6ാമത്തെ വാക്യത്തിനകത്ത് ചില പ്രശ്നങ്ങളും ചില കുഴികളും എനിക്ക് നേരെ ഉണ്ടെന്ന് കേട്ടപ്പോൾ മനസ്സിടിഞ്ഞു. അങ്ങനെ മനസ്സിടിഞ്ഞ് ഒരുപാട് നാൾ പോകാൻ പറ്റിയല്ല. സ്തോത്രം. പെട്ടെന്ന് ആ മനുഷ്യൻ 7ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, മനസ്സുറച്ചെന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, മൈൻഡ് സെറ്റായി. സ്തോത്രം. ഈ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ പ്രശ്നം എത്ര വലുതാണ്, അതെന്നു മാറും എന്നൊന്നും നിങ്ങൾ തപ്പരുത്. നിങ്ങൾക്ക് ദൈവമുള്ളവരാണ്, കർത്താവിനെ വിശ്വസിക്കുന്നവരാണ്. അവരുടെ മനസ്സ് സെറ്റാവണം. മനസ്സുറച്ചേ പോകാവൂ. അതിന് ചെങ്കടലിൻ്റെ മുമ്പ് എന്ന് പറയുന്നൊരു വലിയ വിഷയമാണ്. എല്ലാവരും കരഞ്ഞു പോയൊരു വിഷയമാണ്. അത്ര വലിയൊരു പ്രശ്നമാണ്. സ്തോത്രം. അത് സാധാരണ അത് കടന്നേ പറ്റൂ. നമ്മൾ ആരാണെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളെ ക്രോസ് ചെയ്തേ പറ്റൂ. ചിലപ്പോൾ ഒരാഴ്ച എടുക്കും, ചിലപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ 1 കൊല്ലം എടുക്കും ആ പ്രശ്നം ക്രോസ് ചെയ്യാൻ. ചില വിഷയങ്ങൾ തുടങ്ങിയിട്ട് 6 മാസമായി കാണും. സ്തോത്രം. ഞാൻ പലരോടും ചോദിക്കും, എങ്ങനെയുണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയും, അന്നത്തെ പോലെയല്ല, കുറേ കാര്യങ്ങൾക്ക് മാറ്റം. അതിനർത്ഥം എന്താ? പതുക്കെ സ്തോത്രം. അതിനിടയിലൂടെ ദൈവമായ കർത്താവ് നമ്മളെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആകുമ്പോൾ മനസ്സുറയ്ക്കണം. ചെങ്കടലിൻ്റെ തീരത്ത് വെച്ച് 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്തോത്രം. ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നം തരണം ചെയ്യുമ്പോൾ അവിടെ ആടി ഉലഞ്ഞു പോകാതെ അവിടെ കിടന്ന് കരച്ചിലും നിലവിളിയൊക്കെ ഉണ്ടായി. എന്നാൽ
സ്തോത്രം പ്രധാനപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഉറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ സ്തോത്രം ഞാൻ നിങ്ങളുടെ ഓർമ്മപ്പെടുത്താം. ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ചെങ്കടലല്ല എൻ്റെ പ്രസംഗ വിഷയം, പക്ഷേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന സമയത്ത് സ്തോത്രം നമ്മെ തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു 7 കാര്യങ്ങൾ തികച്ചു പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരു 4-5 എണ്ണമെങ്കിലും ഞാൻ നിങ്ങളുടെ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. അത് നമ്മുടെ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട മൈൻഡ് സെറ്റ്, ആ മനസ്സ് സെറ്റ് ചെയ്തിട്ട് വേണം ഏതിനും പോകാൻ. യുദ്ധത്തിന് പോകുവാണെങ്കിലും മനസ്സ് സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. നമുക്ക് ആദ്യത്തെ കാര്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ വായിച്ചു. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷെ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടൽ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മതി. അത്രയും കാര്യങ്ങളിൽ നിന്നൊരു 4-5 കൂട്ടം കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ പറയാനുണ്ട്. ക്ഷേത്രത്തോളം ആ കാര്യങ്ങൾ വിശദീകരിച്ച് വരുമ്പോൾ സമയപരിധിക്കുള്ളിൽ ഞാൻ സ്തോത്രം ഇത്രയും പോയിന്റുകളൊന്നും പറഞ്ഞില്ലെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നിടത്തോളം കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് പ്രശ്നം വന്നാലും അതിനെ തരണം ചെയ്തേ പറ്റൂ. ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അതിനൊരു വഴിയുണ്ട്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, സംഭവിപ്പാനിരിക്കുന്ന എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിപ്പിച്ചു വിടാം, കുറേ കാര്യങ്ങൾ ഒഴിഞ്ഞു പോരാം, പക്ഷെ ചില കാര്യങ്ങളെ ഫേസ് ചെയ്തേ പറ്റൂ. ഒരു വിഷയം അഭിമുഖീകരിക്കാതെ നമുക്ക് എങ്ങും എത്താൻ പറ്റിയല്ല. വിഷയങ്ങൾ ഫേസ് ചെയ്യേണ്ടതുള്ളൂ. അഭിമുഖീകരിക്കുമ്പോൾ അവിടെ നമുക്കുണ്ടാകേണ്ട മനോഭാവം, അവിടെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കേണ്ട കാര്യം. ഈ വാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കണ്ടോ, ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം. അവിടെ മുതൽ നമുക്ക് വേണമെങ്കിൽ ഈ വാക്യത്തെ ചിന്തിക്കാം. സ്തോത്രം. ഒരിക്കലും വിട്ടയക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവനാ ഫറവോൻ. എത്ര പ്രാവശ്യം 10 വട്ടം ചെന്നിട്ടും വിട്ടയക്കാതിരുന്നവനാ. ഈ വാക്യം പറയുന്നു വിട്ടയച്ചു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം, എത്ര 10 വട്ടം നിന്റെ തലമുറയെ വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞാലും നീ തോക്കരുത്. പിന്നെയും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ദൈവം പറയുന്നത് കേൾക്കണം. പിന്നെയും ഫറവോനോട് പറഞ്ഞുകൊണ്ടിരുന്നല്ലേ പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഫറവോൻ്റെ താടിക്കിട്ട് തട്ടിയില്ല, ഫറവോൻ്റെ സ്തോത്രം കല്ലുവാരി എറിഞ്ഞില്ല. ഒന്നേ ചെയ്യാനുള്ളൂ, പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ലേ ചെയ്തേ മോശ. എന്നിട്ട് എന്താ ചെയ്തത്? എപ്പോഴും ചെന്നിട്ട് എന്താ പറയുന്നത്? എൻ്റെ ജനത്തെ വിട്ടയക്കണം. അത് പറയാൻ പറയും, നിൻ്റെ ജനം എന്ന് പറഞ്ഞൊരു ജനം ഇവിടെയില്ല, ഇവിടെ എൻ്റെ അടിമകളാണ്. സ്തോത്രം. നീ പറയുന്ന യഹോവ എനിക്കറിയില്ല. സ്തോത്രം. നീ ഇതും പറഞ്ഞുകൊണ്ട് ഇവിടെ വരരുത്. നിങ്ങളും മണി അത് ഓരോ പ്രാവശ്യം അവർ കഠിനമായിക്കൊണ്ടിരിക്കും. പക്ഷേ എത്ര വട്ടം കഠിനമായാലും മോശ പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ജനത്തെ വിട്ടുതരണം. ഞാനൊരു കാര്യം ഇന്ന് രാവിലെ ധ്യാനിച്ചപ്പോൾ പഠിച്ചു, എൻ്റെ ഡയറിയിൽ ഞാൻ എഴുതി വെച്ചു. പ്രശ്നം വലുതാണെങ്കിലും ദൈവത്തിൻ്റെ പരിഹാരം ചെറുതായിരിക്കും. എല്ലാം വലിയ പ്രശ്നം ജന്മസിദ്ധമായ കാര്യമാണെങ്കിലും ദൈവം ഒരുക്കുന്ന പരിഹാരം ചെറുതായിരിക്കും. സ്തോത്ര. ഹല്ലേലൂയ. അപ്പൊ ദൈവമായ കർത്താവ് പറഞ്ഞു, നീ പോയി പറ എന്നാ പറഞ്ഞത്. ആദ്യം പോയി പറഞ്ഞു, തിരിച്ചു വന്നിട്ട് ഒന്നും നടന്നില്ല. പിന്നെ ദൈവത്തോട് നമ്മുടെ ദൈവം എന്താ പറഞ്ഞു? എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഇനി പോകുമ്പോൾ നീ നല്ല ഒരു സ്തോത്രം അതിലെ നിൽക്കുന്നൊരു പത്തലം വെട്ടിക്കൊണ്ടേയില്ലേ, അത് കയ്യിലിരിക്കും, പുള്ളി പേടിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഓരോന്നോരോന്ന് ആഡ് ചെയ്യുന്നുണ്ടോ? അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ നീ ഒരു വാളും മേടിച്ചോണ്ടേയില്ല. ഒന്നുമില്ല, ആകപ്പാടെ വാളും വടിയും ഒന്നുമില്ല. ദൈവം കൊടുത്തൊരു കൊച്ചു കമ്പ് കയ്യിലിരിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വടി എന്ന് പേരുള്ളത്. അത് ഫറവോനെ തല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല. സ്തോത്രം. അത് വടി ചൂണ്ടി പേടിപ്പിക്കാനുള്ളതല്ല, അത് വേറെ പരിപാടിക്കുള്ളതാണ്. പക്ഷേ ഈ 10 പ്രാവശ്യവും ഒന്നേ ഉള്ളൂ, ജനത്തെ വിട്ടായി പറച്ചിൽ മാത്രമേ ഉള്ളൂ. 3 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും തോറ്റുപോയി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്, സ്തോത്രം, നീ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. കുറെ കഴിയുമ്പോൾ വിട്ടയക്കും. നിന്റെ തലമുറയെ നീ ചോദിച്ചുകൊണ്ടിരിക്കുക, നിന്റെ കുടുംബത്തെ നീ ചോദിച്ചുകൊണ്ടിരിക്കുക, നിന്റെ നന്മയെ നീ ചോദിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കയ്യിൽ അത് വെച്ചോണ്ടിരിക്കരുത്. ഞാൻ സത്യത്തിൽ വളർത്തിയതാണ്, ഞാൻ കൃപയിൽ നിർത്തിയതാണ്, ഞങ്ങൾ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞതാണ്. സ്വർഗത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ വന്നത്. എനിക്കൊരു ഭാവി ഉണ്ടെന്നറിയാം, എനിക്കൊരു ഉയർച്ചയുണ്ടെന്നറിയാം. ഇത് 10 അല്ല 15 വട്ടം പറയേണ്ടി വന്നാലും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനൊരു ദൂത് പറയാ, ഒരു ദിവസം വിട്ടയക്കത്തില്ലെന്ന് 200 പ്രാവശ്യം സ്വന്തം പറഞ്ഞവനാണെങ്കിലും ആത്മീക ചരിത്രം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കുറെ കഴിഞ്ഞപ്പോ മോശ തോറ്റില്ല, ഫറവോൻ തോറ്റു, വിട്ടയച്ചു.
യേശുവിന്റെ നാമത്തിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന സിംഹത്തോട് ആത്മാവിൽ നീ കണ്ടോണ്ട് പറ, എന്റെ ദൈവം എന്നെ പറഞ്ഞയച്ചു, ഇവിടം കൊണ്ട് തീരത്തില്ല, മിസ്രയീം കൊണ്ട് അവസാനിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. വേറെ ഒരു കുറുക്ക് വഴിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് വിശ്വാസത്തെക്കുറിച്ചും അത്ഭുതത്തെക്കുറിച്ചും പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലും വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിലേക്ക് ചാടി പോക എന്ന് പറഞ്ഞാൽ വേറൊരു വഴിയില്ല. സ്തോത്രം. പറയാതെ വേറൊരു വഴിയില്ല. ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ നീ തൂമ്പയും കൂന്താലി എടുക്കണ്ട, നീ JCB വിളിക്കണ്ട, നീ അലമാങ്കും പാര എടുക്കണ്ട. നിന്നോട് ദൈവം പറഞ്ഞത് പറയാനാണെങ്കിൽ അതാണ് പരിഹാരം. നീ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നോട് എന്റെ യേശു പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞാൽ ഈ പർവ്വതം ഇളകും, ഈ കാട്ടത്തി പറയും, ഈ പറവാൻ വിട്ടുതരും. പിടിച്ചു വെച്ചിരിക്കുന്ന നിന്റെ ജീവിതത്തെ, പിടിച്ചു വെച്ചിരിക്കുന്ന നന്മയെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ സൗഭാഗ്യത്തെ, നിനക്ക് കിട്ടേണ്ട ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ, നീ എത്തിപ്പറ്റേണ്ട സ്ഥാനങ്ങളെ, എന്റെ ദൈവം നിനക്ക് വാക്ക് പറഞ്ഞിരിക്കുന്ന മണ്ഡലങ്ങളെ, അതിലേക്ക് എത്തിച്ചേരാതിരിപ്പോൾ പിടിച്ചു വെച്ച സകല ശക്തികളോട് പറയാനാണ് ദൈവം പറഞ്ഞത്. പറയുക. എങ്ങനാ വിട്ടയച്ച്? ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക് ഫറവോൻ വിട്ടയച്ച ശേഷം ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഫറവോന്റെ അംഗരക്ഷകനോ സൈന്യാധിപനായിരുന്ന ഒരുവൻ, സ്തോത്രം, ഫറവോനെ അടുത്തറിയാവുന്ന ഒരു മനുഷ്യൻ പിന്നീട് മോശയെ കണ്ടിട്ട് ചോദിക്കുകയാണ്, സാറേ, ഞങ്ങളുടെ മുതലാളി ഒരിക്കൽ പോലും ഒരു മനുഷ്യനോട് കരുണ കാണിക്കുന്നവനല്ല, അയാൾ പിടിച്ചെടുത്ത് ജയിക്കുന്ന ആളാ ഈ ഫറവോൻ. പക്ഷെ നിങ്ങളെ വിട്ടയച്ചെന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ പാളയത്തിലൊരു വലിയ അത്ഭുതമാണ്, വലിയൊരു ചർച്ചയാണ്. എങ്ങനാ വിട്ടയച്ചത്? എന്താ നിങ്ങൾ ചെയ്തത്? എന്ത് പൊടിക്കുകയാ ചെയ്തത്? സ്തോത്രം. എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ എന്താ ചെയ്തത് എന്ന് ഫറവോന്റെ കൊട്ടാരത്തിനകത്ത് ജോലി ചെയ്തൊരു മനുഷ്യൻ റിട്ടയർഡ് ആയിട്ട് പിന്നീട് എപ്പോഴെങ്കിലും മോശയെ കണ്ട് ചോദിച്ചാൽ മോശ എന്താ പറയും? മോശ എത്രയേ ഉള്ളൂ? ഞാൻ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ജനത്തെ വിട്ടുതരണം, എൻ്റെ ജനത്തെ മരുഭൂമിയിലേക്ക് ആരാധനയ്ക്ക് വിട്ടുതരണം, എൻ്റെ പുത്രനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. വിട്ടുതരണം. ഞാൻ വേറൊന്നും ചെയ്തില്ല, ഞാൻ ആളെ കൂട്ടിയില്ല. എൻ്റെ ദൈവം എനിക്കൊരു കൂട്ടുവരാൻ അഹരോനെ വിളിച്ചു. അടുത്ത ദിവസം വന്നപ്പോൾ ഞാൻ 100 പേരെയും കൊണ്ട് വന്നില്ല. ഞാനൊരു കമ്പിന്റെ അറ്റത്തൊരു കൊടി കെട്ടിക്കൊണ്ട് ജാഥയായിട്ട് വന്നില്ല. സ്തോത്രം. ഞാൻ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ചില്ല. ഞാൻ ഫറവോന്റെ സ്തോത്രം രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയില്ല. ഞാൻ മിസ്രയീമിനെ ആരെയും സ്തോത്രം വളച്ചെടുത്ത് ഫറവോനെതിരെ കസേര ധരിപ്പിക്കാൻ ശ്രമിച്ചില്ല. എന്നോട് ദൈവം പറഞ്ഞത് പോയി പറയാനാണ്. ഞാൻ ആരുടെ കാല് പിടിക്കാൻ പോയില്ല, ഞാൻ രാഷ്ട്രീയക്കാരെ കാണാൻ പോയില്ല, ഞാൻ യൂണിയൻ ഉണ്ടാക്കാൻ പോയില്ല, ഞാൻ കൊടിയുണ്ടാക്കാൻ പോയില്ല, ഞാനൊരു സംഘത്തെ കൂട്ടുചേർത്തില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പറഞ്ഞു ദൈവം പറഞ്ഞു നിനക്ക് അവൻ വിട്ടുതരുമെന്ന് പറഞ്ഞു ഞാൻ ജയിച്ചു. അവസാനം പറവാൻ വിട്ടുതന്നു. വിട്ടയച്ച ശേഷം ആ വാക്ക് പറഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്ത് വിട്ടയച്ച ശേഷം ഈ ദിവസങ്ങളിൽ വിട്ടുതരത്തിലെന്ന് പറഞ്ഞു നിൽക്കുന്നത് നീ ആരോടെങ്കിലും പോയി പറയല്ല കേട്ടോ. നിന്റെ സങ്കടം പോയി നിന്റെ വീട്ടിൽ ചെന്ന് പറയല്ല, നീ ഏതെങ്കിലും ഉപദേശിയോട് പറയല്ല. യേശുവിന്റെ നാമത്തിൽ നിനക്ക് വാതിൽ ചാരിയിടാൻ സാക്ഷ്യം കുറ്റിയും പുറത്തൊന്നും വേണ്ട. എങ്കിലും മറച്ച് ചാരിയിടാൻ ഒരു ചെറിയ വാതിലുള്ള മുറി ഉണ്ടെങ്കിൽ അതിനകത്ത് കയറിയിരുന്നിട്ട് നീ ആത്മാവിൽ അന്ധകാര ശക്തിയോട് നിന്റെ നന്മയെ പിടിച്ചു വെച്ച, നിന്റെ തലമുറയെ വഴിതെറ്റിച്ച, നിന്റെ കരിയറിനെ തകർത്ത് കളഞ്ഞ, നിന്റെ മനസ്സിനെ കെട്ടിക്കളഞ്ഞ, നിന്നെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കുന്ന ആ പൈശാചിക ശക്തിയോട് നീ ആത്മാവിൽ പറയണോ, എന്നെ പിടിക്കരുത്, എന്നെ വിടുക, എന്റെ കുടുംബത്തെ വിടുക, എന്റെ ഭാവിയെ വിടുക, എന്റെ തലമുറയെ വിടുക, എന്റെ അവകാശത്തെ വിട്ടുതരിക.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യം ആ വാക്കിനകത്തുനിന്ന് എടുത്തു പറയുക, ഒരു വിടുതൽ ഉണ്ടാകും, ഒരു വിട്ടുതരൽ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ നീ വല്ലാത്ത വഴി കൂടെ പോകല്ലേ, നീ അവന്റെ കാൽക്കൽ ചെന്ന് വീഴല്ലേ. ദൈവം പറഞ്ഞത് കേക്ക്. ഒന്നല്ല, രണ്ടല്ല, 10 അല്ല, 15 അല്ല, എത്ര വട്ടം പറയേണ്ട വന്നാലും ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ദിവസം എന്റെ കർത്താവ് അവസാനത്തെ കൈ ദൈവം ഇടപെട്ടിട്ട് പറയും, വിട്ടയച്ചേക്കോ, നിന്റെ ജനത്തെ കൊണ്ട് പൊക്കോ പൊക്കോ എന്ന് പറയുന്നൊരു ദിവസം വരുവോളോ നീ ദൈവാത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്റെ ആയുസ്സിൽ നന്മ കാണൂ, എന്റെ ജീവിതത്തിൽ അനുഗ്രഹം കാണൂ, ദൈവത്തിന്റെ വിടുതൽ കാണൂ, സ്വർഗത്തിന്റെ പ്രവൃത്തി കാണൂ, എന്റെ കുഞ്ഞുങ്ങൾ സമാധാനം അനുഭവിക്കൂ, എന്റെ ജീവിത പങ്കാളിയുടെ ശരീരത്തിൽ കിടക്കുന്ന സകല രോഗങ്ങളെയും യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറും. സ്തോത്രം. തുടക്കത്തിലൊന്നും കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ സഭായത്തിൽ ഉറങ്ങിയല്ലോ ഇരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ഈ മാർഗത്തിന്റെ പ്രത്യേകത ദൈവം തെളിയിക്കും. ചില സമയമെടുക്കും, പക്ഷെ തെളിയിക്കും. ഇന്ന് ഞാൻ പറയാം, വിട്ടയക്കും, പക്ഷെ ഇച്ചിരി സമയമെടുക്കും. ഓടി ഇങ്ങ് വന്നിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥാപനവും ദൈവം പണിതിട്ടിട്ടില്ല. സ്തോത്രം. തട്ടുകട സംസ്കാരമല്ല സഭയുടേത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായ, വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ വണ്ടിക്കകത്ത് തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ കൈ കാണിച്ചാൽ മതി. അവനൊരു വടയും കൊണ്ടുതരും, ഒരു ചായയും കൊണ്ടുതരും, ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത്. തിരിച്ച് ഗ്ലാസും കൊടുക്കണ്ട, തുടയ്ക്കാനൊരു കടലാസും തരും. അങ്ങനെ ദൈവം സഭ ഉണ്ടാക്കിയിട്ടില്ല. ഓടി വന്നിട്ട് കാറേ തന്നെ ഇരുന്ന് വിടുതലും പ്രാപിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥാപനവും ദൈവത്തിൻ്റെ ഇല്ല. ഇനി നിങ്ങൾക്ക് അബദ്ധം പറ്റി വല്ലോടത്തും വിറ്റിട്ട് പോയി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുകയാണെന്ന് തന്നെ ഞാൻ പറയാം. സ്തോത്രം. ദൈവസന്നിധിയിൽ കയറിയിരിക്കണം. സ്തോത്രം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല. ഞാൻ പലപ്പോഴും ഈ സഭയുടെ പുൽപ്പിറ്റി പറഞ്ഞിട്ടുണ്ട്, എന്ന് വരെ വേണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനൊരു വാക്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എന്നോട് കൃപ തോന്നുവോളോ ഞാൻ നിന്റെ മുഖത്ത് നിന്ന് കണ്ണ് മറയ്ക്കത്തില്ല. ദാസന്മാരുടെ കണ്ണ് യജമാനന്റെ മുഖത്തേക്ക് എന്ന വണ്ണം എന്നോട് കൃപ തോന്നുന്ന എന്നാണോ എന്റെ തലമുടി നരച്ചാലും ഞാനത് പ്രാപിച്ചോണ്ട് ശവക്കുഴിയിലേക്ക് പോകുള്ളൂ. അത് പ്രാപിച്ചോണ്ടേ പോകുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങളെ ഓർപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഇൻസ്റ്റൻ്റായിട്ടൊന്നും നടക്കുകയല്ല. ഈ കാലഘട്ടം മോശമാണ്. കർത്തൃമേശ പോലും സഭായകത്തിനൊന്നും വരാത്തവർക്ക് പ്രത്യേകിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൊട്ടയ്ക്കകത്തിട്ടുണ്ട്, പോകാൻ നേരത്തെ എടുത്തുകൊണ്ട് പോകാം. സ്തോത്രം. കേരള ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പോൾ യോഗത്തിനും വരണ്ട, എങ്ങും വരണ്ട. ആരെങ്കിലും ഒരാളെ വിട്ടാച്ചാൽ മതി, അവൻ 4 പാക്കറ്റും കൊണ്ട് പൊക്കോളും. ആ വീട്ടിൽ ചെന്ന് പൊട്ടിച്ചെല്ലാം കൂടി അപ്പച്ചനും അമ്മച്ചിക്കും ഗീതം വെച്ച് കൊടുക്കും. സ്തോത്രം. ഞാൻ ചോദിക്കുന്നു, അങ്ങനെയാണോ കർത്തൃമേശയല്ലല്ലോ നമ്മുടെ പ്രസംഗ വിഷയം, പക്ഷേ ഇതിൽ കയറി വന്നുകൊണ്ട് പറയുക. അതിന് നീ കർത്താവിൻ്റെ പാദപീഠത്തിൽ വന്നിരിക്കണം, നീ വചനം കേൾക്കണം, ആരാധിക്കണം, മനസ്സിൽ കുത്തുകൊണ്ടാൽ ഏറ്റുപറയണം. അങ്ങനെ 2-3 മണിക്കൂർ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നിട്ട് കാൽവരിയെ ധ്യാനിച്ച് ഒരുമിച്ച് വേണോ ഇതിനകത്തൊക്കെ പങ്കെടുക്കാൻ. അതല്ലാതെ സ്തോത്രം ഓടി വന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി നടത്താൻ നോക്കിയാൽ നടക്കുകയില്ല. 10 വട്ടം പറയേണ്ട വന്നാലും ക്ഷമയോടെ കർത്താവാണ് പറഞ്ഞതെന്നുള്ള ബോധ്യത്തോടെ. ഞാൻ മൈൻഡ് സെറ്റാണ് പറയുന്നത്. 5 പ്രാവശ്യമല്ലേ പറഞ്ഞോളൂ. ഇപ്പം 3 ദിവസമല്ലേ ഉപവാസം, 3 പ്രാവശ്യമല്ലേ ഉപവാസം എടുത്തോളൂ. കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി പേടിക്കണ്ട. നിന്റെ കൊച്ചിനെ വിട്ടുതരും. നല്ലൊരു പുൽപ്പിറ്റിൽ ദൈവം കയറ്റി നിർത്തും. മനോഹരമായൊരു വേദിയിൽ നിൽക്കുന്നത് കാണാൻ നിനക്ക് ഭാഗ്യം തരും. ആ അഭിമാനത്തോടെ ദൈവം നിർത്തും. അന്ന് വരെ ഞാൻ വിട്ടുകൊടുക്കുകയല്ല. ഞാൻ ഇറങ്ങി തിരിച്ചത് നാശം കാണാനല്ല, ഞാൻ ഇറങ്ങി തിരിച്ചത് അപമാനിക്കപ്പെടാനല്ല, എന്റെ ചാർച്ചക്കാരുടെ ചോദ്യത്തിന്റെ മുമ്പിൽ അട്ടചുരുളും പോലെ ചുരുളാനല്ല. സ്വർഗം എനിക്ക് അഭിഷേകം തന്നത്, ഞാനത് പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം പറയാം, നീ ലക്ഷ്യം വെച്ചാ ഇറങ്ങി തിരിച്ചതെങ്കിൽ അവൻ വിട്ടു തന്നിരിക്കും. അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ഒന്ന് ഉറയ്ക്കുക. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നേടുമെന്നുള്ള പ്രതീക്ഷയോടെ മനസ്സുറപ്പിക്കുക. തളരരുത്. 2 പ്രാവശ്യം പോയിട്ട് തിരിച്ചു വരരുത്. ഇങ്ങനെ കൊണ്ട് നടക്കുകയെന്ന് പറയരുത്. പോണം. കുറേ കഴിയുമ്പോൾ സ്വത്രം ഞാൻ സാധാരണ അനുഭവിച്ചിട്ടുണ്ട്, പറയാറുണ്ട്. പറ്റുമെങ്കിൽ സുവിശേഷമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഒരു 2 കൊല്ലം ഒരു വീട്ടിൽ തന്നെ നിരന്തരമായി ആഴ്ചയിൽ ഒരിക്കൽ കയറാൻ അവർ അവസരം തരുക്കി കയറി നോക്ക്. ഞാനീ പറയുന്ന പ്രായോഗികമാക്കി നോക്ക്. 2 കൊല്ലം സ്ഥിരമായി മാസത്തിൽ 2 പ്രാവശ്യം ആ വീട്ടിൽ ചെല്ലുന്നു. അത്യാവശ്യം ചില കാര്യങ്ങൾ, അവരെ വെറുപ്പിക്കരുത്, പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കുടുംബം നിത്യതയെ കാണണേ. ഇവർ ഞങ്ങളെ വീട്ടിൽ കയറ്റിയല്ലോ. ഈ നാട്ടിൽ പലരും കാർക്കിച്ച് തുപ്പിയപ്പോൾ, ഇവിടെ ഇത് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ, ഇത് നിങ്ങൾ വീട്ടിൽ കയറ്റിയ സെറ്റിയിൽ ഞങ്ങൾ ഇരുത്തിയല്ലോ. ഒരു വെള്ളത്തിൽ നാരങ്ങ പിഴിഞ്ഞ് തന്നല്ലോ. അങ്ങനെയൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചേക്കണം. സ്തോത്രം. സത്യം പറയുന്നത് ഉള്ളു കിടക്കാമണിയൊന്നും ഞാൻ അവിടെ പറഞ്ഞേക്കരുത്, പ്രാർത്ഥിക്കാൻ ചെയ്യരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർ നാളെ വരും, പാലൊടിച്ച് ചായ തരും. നമ്മളെത്ര പറഞ്ഞു കർത്താവേ, ഇവിടെ പലരും സ്തോത്രം കയറ്റാതിരുന്നപ്പോൾ ഞാൻ 25 കൊല്ലം പിടിച്ചു തന്നെ അങ്ങനെയാണ്. സ്തോത്രം. എന്നെ ഞാനും ചെല്ലമ്മാമ്മയുടെ മോൻ രാജേഷും കൂടെ ഈ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ച പൂത്തളപ്പിന് പുറകിൽ വീട്ടിൽ ചെന്നു. സ്തോത്രം. ഞങ്ങളെ വരുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ അവിടുത്തെ അമ്മച്ചി വാതിലടച്ചങ്ങ് നിന്നു. അവരുടെ വേലിക്കകത്ത് കയറി പറഞ്ഞു, വേണ്ട 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 വേണ്ട, ഇങ്ങോട്ട് കയറും വേണ്ട, ആദ്യം വഴി അതികൂടെ പൊക്കോളം പറയും. രാജേഷ് സാക്ഷിയെ. സ്തോത്രം. അപ്പം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് മണ്ടനാവും. ഇവിടെ മസിൽ പിടിച്ചിട്ട് കഥയില്ല, അവിടെ മണ്ടനാവും. ഞാൻ പറഞ്ഞു, ഞങ്ങളൊന്നും മേടിക്കാൻ വേണ്ടി വന്നതല്ല അമ്മച്ചി, ഞങ്ങൾ വെറുതെ സൗജന്യമായിട്ട് ഇവിടെ ഒരു സാധനവും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കാശൊന്നും വേണ്ട, എൻ്റെ ഒരു ചെറിയ ഞങ്ങൾ പറഞ്ഞ സത്യാന്വേഷി ഇരിക്കുന്നുണ്ട്, ഒന്നും വേണ്ട. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഇത് വെറുതെ ഞാൻ ഈ വേലിക്കകത്ത് നിന്ന് തരാം, ചുമ്മാ ഞാൻ മണ്ടം കളിക്കുന്നതാണ്, അമ്മ വായിക്കലെന്നറിയാം. എന്നാലും ഞാൻ അവിടെ നിന്ന് അമ്മാൻ പറ്റാത്തതിന് മണ്ടം ഞാൻ ഒന്നും തരണം, ഞാൻ അവിടെ വേലിക്കകത്ത് കയറിയല്ല, ഞാൻ നീട്ടിത്തരാം, അമ്മച്ചി അവിടെ നിന്ന് മേടിക്ക്. അമ്മച്ചി പറഞ്ഞു, ഇവിടെ ഇയാളെ കൊണ്ട് ശല്യമായല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും തോന്നി, അമ്മച്ചി തൊടുപോലും ഇല്ല, അമ്മച്ചി ഇതൊക്കെ മേടിക്ക്. ലാസ്റ്റ് അമ്മച്ചി പറഞ്ഞു, ഞാൻ ചിരിച്ചോണ്ടാ പറയും, രാജേഷ് സ്തോത്രം. അമ്മച്ചി പറഞ്ഞു, എന്നാൽ അങ്ങ് തരാൻ പറഞ്ഞു. അപ്പോൾ അത് മേടിച്ചിട്ട് നോക്കി പറഞ്ഞു, ഞാൻ എന്തായാലും പറഞ്ഞു, എന്നാൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിക്കുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങളിവിടെ നിന്ന്, ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, പ്രാർത്ഥിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചാൽ പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞാൽ വലിയ ദൈവകോപം ഉണ്ടായാലോ. അപ്പോൾ എനിക്കറിയാം അങ്ങനെ വരുമെന്നറിയാം. ഞാൻ പറഞ്ഞു, ദൈവബോധം വരുന്നത്, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചോളാം, ഞാൻ ഇവിടെ വന്നല്ലേ, അമ്മച്ചിയെ കണ്ട്, അമ്മച്ചി എൻ്റെ നിന്ന് മേടിച്ചല്ലോ എന്ന് പ്രാർത്ഥി. എന്നാൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് കയറി നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എന്നെ കയറ്റി ഞങ്ങൾ കയറി വാതൊക്കെ നിന്ന് പറഞ്ഞു, ഇങ്ങോട്ട് കയറി നിന്നു. അപ്പോൾ ഞാൻ കയറി നിന്ന സമയം കൊണ്ട് ചോദിച്ചു, സ്തോത്ര അച്ഛാനെന്തി? അപ്പം അച്ഛൻ ഞാൻ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആളാരെന്ന്. അപ്പോൾ അച്ഛൻ്റെ ചെറിയ തൊഴിലാണ്, സ്തോത്രം, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നതാണ് ഇവിടെ കഠിനാധ്വാനമാണ്, ഈ മക്കളെ വളർത്തി അതിനകത്തൊരു കുഞ്ഞിൻ്റെ കല്യാണം കഴിച്ചു, അവിടെ ചില പ്രശ്നം ഉണ്ടായി, അങ്ങനെ നിൽക്കുക, അവളുടെ ഉണ്ട്, അവളുടെ കൊച്ചിനെ ആന പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പെട്ടെന്ന് അമ്മച്ചി അങ്ങ് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച, ദൈവമേ, ഈ അമ്മച്ചി എന്നെ വീട്ടിൽ കയറ്റിയല്ലോ, ഇവിടെ ഒത്തിരി പേര് കയറ്റാതെ ഇറക്കി വിട്ടപ്പോൾ കയറ്റിയല്ലോ എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പം അമ്മച്ചിയോട് സ്തോത്രം പറഞ്ഞു. അമ്മച്ചിയുടെ മോനെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് പറയുക, മോൻ എൻ്റെ മോനാന്ന്, മോൻ എൻ്റെ മോനാന്ന്. അത്രയും ഞാൻ ഞാൻ മിടുക്കനല്ല, പക്ഷേ അത്രയും പറയിപ്പിച്ചതാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. എന്നെ കേട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അരഞ്ഞ് പ്രാർത്ഥിച്ച്, ദൈവമേ, അച്ചായൻ കിടന്ന് ഇവിടെ ഉരുളയിൽ ഇടിച്ചുണ്ടാക്കുന്ന കാശും കൊണ്ട് ഇത്രയൊക്കെ ചെയ്ത് ആ കൊച്ചിനെ അമ്മച്ചി ആ കൊച്ചുമോളെ വളർത്തുക, അവർ കഷ്ടപ്പെടുവാണല്ലോ, ദൈവമേ കുഞ്ഞ് മിടിക്കുകയാണ്, അനുഗ്രഹിക്കണം എന്നൊക്കെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിലെ പോവുകയാണെങ്കിൽ ഇതിലെ കയറിക്കോ. ഞാൻ അന്നേരമൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കള്ളന്മാരുണ്ട്, അത് ആ ഓർത്തുകൊണ്ട് പറഞ്ഞതാ. ഞാൻ പറഞ്ഞ എല്ലാ അമ്മച്ചിക്ക് മനസ്സിലായി, ഇനി ഇതിലെ പോകണേ എപ്പോൾ എവിടെയെങ്കിലും കയറിക്കോളാൻ പറഞ്ഞു. നമ്മൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി കർത്താവേ. അങ്ങനെ ഒരു 2 കൊല്ലം സ്ഥിരമായി ചെന്ന് ആത്മാവിൽ അവകാശം പറഞ്ഞാൽ, സ്തോത്രം, നിശ്ചയമായും ഞാൻ പറയാം, അവരെ ദൈവസന്നിധിയിൽ വിടിച്ചിരിക്കും. വിട്ടുതരാൻ കൽപ്പിച്ചാൽ 10 പേരുടെ പേരെഴുതി വെച്ച് ആത്മാവിൽ നമുക്കങ്ങനെ സ്ഥിരമായൊരു പരിപാടിയൊന്നും നമുക്കില്ലാത്തതുകൊണ്ടാണ്. ചില പേരെഴുതി വെച്ച് ആത്മാവിൽ ഉത്തരവാദിത്തോടെ ബന്ധുക്കളെയും ചാർച്ചക്കാരനും പേരെഴുതി വെച്ച് അവകാശത്തോടെ, ഞാൻ അറിഞ്ഞ സത്യം സത്യമാണ്, ഇതിനപ്പുറം ഇനി ഒരു സത്യമില്ല, യേശു അല്ലാതെ രക്ഷകനില്ല, സ്വർഗത്തിൽ പോകാൻ ഇതല്ലാതെ വേറൊരു വഴിയില്ല, ഇതിന്റെ കണ്ണ് കെട്ടിയിട്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ ചതിച്ചിട്ടിരിക്കുക, പിശാച് കണ്ണ് കെട്ടിയിട്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ എനിക്ക് വിട്ടുതന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാം, തീർമാനമായി പറഞ്ഞാൽ
വിട്ടയച്ച ശേഷം, നിങ്ങൾ ഇന്നത്തെ ദൂതിനകത്ത് വേറെ ഒന്നും വരയിട്ടില്ലെങ്കിലും അത്രയും ഭാഗം മാത്രം, 17-ാം വാക്യത്തിന്റെ അത്രയും ഭാഗം മാത്രം നിങ്ങൾ ആത്മാർത്ഥതയുടെങ്കിൽ വരയിട്ടു. ഫറവോൻ വിട്ടയച്ച ശേഷം അത്രയും മതി അതിനകത്ത്. സ്തോത്രം. കഷായത്തിന് ഒത്തിരി ഒന്നും വേണ്ടല്ലോ, അത്രയും മതി. സ്തോത്രം. ഫറവോൻ വിട്ടയച്ച ശേഷം അത്രയും പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ സഭയ്ക്കകത്തിരുന്ന് കേട്ട ദൂതാണ്. എത്ര മല്ലനാണെങ്കിലും അങ്ങോട്ട് വലിച്ചെടുത്ത ചരിത്രമേ ഉള്ളൂ, തിരിച്ചു തന്ന ചരിത്രമില്ല. പാറ വെള്ളം അങ്ങോട്ട് പിടിക്കും, തിരിച്ച് ഛർദിച്ച ചരിത്രമില്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ദൈവമായ കർത്താവ് മോശയോട് പറഞ്ഞു, ഇളക്കമുള്ള മണ്ണിൽ നിന്നല്ല, നീരൊഴുക്കുള്ള സ്ഥലത്ത് നിന്നല്ല, മണൽപ്പരപ്പിൽ നിന്നല്ല, കുടിച്ച വെള്ളം മുഴുവൻ ഈ പാറ കുടിച്ചത് ഇതിനകത്തുണ്ട്, ഇതിനെ ഞാൻ പുറത്തിറക്കി നിനക്ക് കുടിക്കാൻ തരുമെന്ന് പറഞ്ഞ് ആ പാറയ്ക്കകത്ത് വെള്ളം തന്നതുപോലെ അങ്ങോട്ട് പിടിച്ച ചരിത്രമേ ഇന്ന് വരെ നിന്റെ തറവാടിനുള്ളൂ, വിട്ടു തന്ന ചരിത്രമില്ല. പക്ഷേ യേശുവിന്റെ നാമത്തിൽ വിട്ടുതരൽ നടക്കും. സ്ഥിരമായി ദൈവസന്നിധിയിൽ സ്ഥിരത കാണിക്കുക. ഈ കൊല്ലം ദൈവം അത് ചെയ്യും. സ്തോത്രം. നമ്മൾ ധൃതിയായിപ്പോയി, ദൈവത്തിനൊരു ബിസിയില്ല, നമ്മൾ ധൃതിയായിപ്പോയതാണ് പ്രശ്നം. സ്തോത്രം. ഈ വിഷയങ്ങളെ മുറുകെ പിടിക്കുക. ഞാൻ പറയാൻ വന്നത് മൈൻഡ് സെറ്റാണ്. സ്തോത്രം. അപ്പോൾ ഒന്ന് വിട്ടയ ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തതെന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച്. സ്തോത്രം. ഇതാർക്കാ തോന്നിയേ? യുദ്ധം കാണുമ്പോൾ ജനം, അങ്ങനെ ഒരു വാക്ക് കണ്ടോ? പക്ഷേ എന്നതിൻ്റെ കാര്യം എന്താ? സാധാരണ എൻ്റെ ഇടയ്ക്ക് വരേണ്ട ഒരു ഗ്രാമാറ്റിക്കലൊരു പദമല്ല. പക്ഷേ അവിടെ വന്നതിൻ്റെ കാര്യം ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ എന്ത് സംഭവിക്കാം, മടങ്ങിപ്പോണമെന്ന് നിർബന്ധമൊന്നുമില്ല, മടങ്ങിപ്പോകാൻ വേണ്ടി വന്നതല്ല, ചിലപ്പോൾ. പക്ഷേ എന്നുള്ള വാക്ക് അവിടെ വന്നതിൻ്റെ മീനിങ് അതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവന്മാർ മടങ്ങിപ്പോയേക്കാം എന്ന് ആർക്കാ തോന്നിയത്? അപ്പം അതിനർത്ഥം എന്നാണെന്നറിയാമോ? നമുക്ക് നമ്മളെ അറിയില്ല, നമുക്കറിയില്ല നമ്മൾ മടങ്ങിപ്പോകുമോ ഇല്ലയോ. സ്തോത്രം. മനസ്സിലാകുന്നോ? നമുക്കറിയില്ല. ഷുഗറുള്ള അച്ചായനാണെങ്കിലും പിള്ളേർ കൂടെ നിൽക്കും. കാരണം ഇങ്ങേർക്കറിയാം ഷുഗറാണെന്നറിയാം, ചൊറിയൊന്നും വന്നിട്ട് ഉണങ്ങുന്നില്ലെന്നറിയാം. പക്ഷേ ഇത് ഐസ്ക്രീം കണ്ടാൽ വിടിയേല, പുള്ളിക്കറിയേല. പക്ഷേ കൊച്ചിനറിയാം അപ്പൻ ഇത് കണ്ടാൽ വിടിയേല. അതുകൊണ്ട് കൊച്ചു വിളമ്പുകാരനോട് പറയും ഇങ്ങോട്ട് വന്നേക്കരുത്. സ്തോത്രം. മനസ്സിലായോ? എന്നതുപോലെ നമുക്ക് നമ്മളെ അറിയില്ല. നമ്മളെപ്പോഴും വിചാരിച്ചിരിക്കുന്നത് പത്രോസ് പറഞ്ഞതുപോലെ, സ്തോത്രം, ഞാൻ ആരൊക്കെ ഇളക്കിയാലേ ഇളകിയല്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവത്തിനറിയാം, ചിലർ വന്ന് ഇളക്കിയാൽ നീയും ഇളകും. ചില കാര്യങ്ങൾ കണ്ടാൽ സ്തോത്രം നീയും ചിലപ്പോൾ പുറകോട്ട് പോകും. നമുക്ക് നമ്മളെ അറിയില്ല, പക്ഷെ എൻ്റെ ദൈവത്തിനറിയാം. ഷാജി എന്ന ഞാൻ, സ്തോത്രം, ഈ കൃപയെന്ന് പഴയ തൂണൊടിഞ്ഞതുപോലെ ഒടിഞ്ഞ് തലകുത്തി കിടക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? അങ്ങനെ എന്ത് കണ്ടാൽ, സ്തോത്രം, അങ്ങനെ സംഭവിക്കാം എന്നത് എനിക്കറിയില്ല, എന്നെ വിളിച്ച ദൈവത്തിനറിയാം. സ്തോത്രം. മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്? ഇവരെന്ത് കണ്ടാണെന്ന് എഴുതിയിരിക്കുന്നത് അവിടുത്തെ വാക്കുന്നോട് ശ്രദ്ധിച്ചേ. യുദ്ധം കാണുമ്പോൾ. സ്തോത്രം. മനസ്സിലായോ? യുദ്ധം കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത്രയേ ഉള്ളൂ. ചായ പഞ്ചാരയിട്ട് കുടിക്കുകയില്ലെന്നറിയാം, പക്ഷെ അലുവ കണ്ടാൽ പിടിക്കുമെന്നറിയാം. എല്ലാം കാണുമ്പോൾ പിടിക്കുകയല്ല, ചിലത് കണ്ടാൽ. സ്തോത്രം. ദൈവത്തിനറിയാം ഇവർ വേറൊന്നും കാണിച്ച് ഇനിയിപ്പോൾ അവർക്ക് ജോലി കൊടുക്കാം. മിസ്രൈമിൽ, സ്തോത്രം, കൊറോണ വന്നപ്പോൾ പെട്ടെന്ന് കമ്പനിക്ക് ഇത്തിരി നഷ്ടമുണ്ടായ സ്ഥിതിക്ക് എല്ലാവരും തിരിച്ചു പോന്നവരെല്ലാം 5 കൊല്ലം കഴിഞ്ഞ് ഇവിടെ വന്ന് ചിലർ കച്ചവടം തുടങ്ങി, ചിലർ, സ്തോത്രം, കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നൊരു കോള് വരുവാണ്, മുൻകാല സാലറി സ്കെയിലിൽ വീണ്ടും വിട്ടുപോയവർക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞാൽ ചിലരൊന്നും തിരിച്ചു ചെല്ലുകയില്ല. ഇനി 2 കാരണമുണ്ട്. ഒന്ന് പ്രായമായി, ഒന്ന് മൈൻഡ് ഇവിടെ സെറ്റായി, 2 ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അതുകൊണ്ട് അപ്പം ഇവരിനി മിസ്രൈമിൽ നിന്ന് വിളിക്കുകയാണ്, നിങ്ങളിനി അടിമകളായിരിക്കേണ്ടി വരികയല്ല. സ്തോത്രം. നിങ്ങൾക്കിവിടെ വോട്ടവകാശം തരാം, പൗരത്വം തരാം, വരുന്നോ എന്ന് ചോദിച്ചാൽ ഇവരിനി മടങ്ങിപ്പോകില്ലെന്ന് ദൈവത്തിനറിയാം.
നീ കടലപ്പുറം പോയില്ലെന്നറിയാം. പക്ഷെ യുദ്ധം കണ്ടാൽ ഇവർ ചിലപ്പോൾ പെട്ടുപോകുമെന്നറിയാം. ഏതിൽ പെടിയേല, ഏതിൽ പെടുമെന്ന് നമുക്കറിയില്ല. സത്യമാണ് ദൈവമക്കളെ ഞാനീ പറയുന്നത്, നമുക്കറിയില്ല. സ്തോത്രം. പക്ഷെ ദൈവത്തിനറിയാം. ചിലത് കണ്ടാൽ നീ പെടന്ന് വീഴും, ചിലത് കണ്ടാൽ നീ പെട്ടുപോകും, ചിലത് കണ്ടാൽ നിന്നെ പിന്നെ പിടിച്ചാ കിട്ടിയേല എന്ന് നിനക്കിപ്പോഴും അറിയേല. പക്ഷെ എന്നെ വിളിച്ച ദൈവത്തിനറിയാം. അതുകൊണ്ട് എൻ്റെ ദൈവം നിന്നെ അതിനകത്ത് പെടത്താൻ വേണ്ടിയിട്ടല്ല വിളിച്ചത്, അതിനകത്തുനിന്ന് കരേറാൻ വേണ്ടിയാ വിളിച്ചത്. രണ്ടാമത് ഈ വാക്യത്തിനകത്ത് നിന്ന് ആഴമായിട്ട് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? എന്നെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. എനിക്കിപ്പോഴും അറിയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനായിരിക്കും, നാളെ എന്തെങ്കിലും കാണുമ്പോൾ എന്ത് പറയും, സ്തോത്രം, ഹല്ലേലൂയ, എന്തിന് ഫേസ് ചെയ്താൽ എനിക്ക് വീഴ്ച ഉണ്ടാകും, ഈ കാര്യത്തെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്നെ വിളിച്ച ഞാൻ ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, ഞാൻ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. എൻ്റെ ദൈവത്തിനറിയാം, എൻ്റെ മനസ്സറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നന്നായിട്ടറിയാം എന്നെ എന്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകരുത്, എന്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോകണമെന്നറിയാം. അതുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവം എന്നെ പാടില്ലാത്തതിലേക്ക് കൊണ്ടുപോയില്ല. അതുകൊണ്ട് അടുത്തൊത്തിരി വഴിയുണ്ട്, അതിനെ വിടിയല്ല ദൈവം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓർത്തോളണം, എളുപ്പമുള്ള പല വഴിയിലൂടെ പലരും പലവട്ടം പോയിട്ടുണ്ടെങ്കിലും നിനക്ക് ദൈവം എളുപ്പമുള്ള വഴി തരാതിരുന്നതിൻ്റെ കാരണം, സ്തോത്രം, നിന്നെ നന്നായി അറിയുന്നവനാ ദൈവം. നിന്നെ നന്നായി അറിയുന്നവനാ ദൈവം. എന്നെ അറിയുന്നത് കൊണ്ടാ ദൈവം അത് അഭ്യമം തരാത്തത്. സ്തോത്രം, ഹല്ലേലൂയ. നിന്നെ അറിയാം. പൗലോസിനോട് ചോദിച്ചു നോക്കി, ഞാൻ ഈ പറയുന്നത് ശരിയാണോന്ന്. അങ്ങേക്ക് എന്തിനാ ശൂലം തന്നെ? അങ്ങേക്ക് എന്തിനാ ശൂലം തന്നെ? പൗലോസ് പറയും, എന്നെ എനിക്കറിയില്ല ദൈവമക്കളെ, പക്ഷേ എന്നെ നന്നായി അറിയുന്ന ഒരുവനുണ്ട്. എന്നെ എനിക്കറിയാൻ വയ്യാത്ത കൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് ശൂലം മാറണം മാറണമെന്ന്. കാരണം എന്നെ എനിക്ക്, ഞാൻ കർത്താവിനെ ശൂലം വെച്ച ഞാൻ കൊണ്ടുപോക്കോളാം, സ്തോത്രം, ഞാൻ കൊണ്ടുപോക്കോളാം, സ്റ്റീറിംഗ് ഇല്ലാതെ വണ്ടി ഓടിച്ചോളാം എന്ന് പറയുന്നവരാ നമ്മൾ. മനസ്സിലായോ? അവസരം തന്നാൽ മതി, സ്റ്റീറിംഗ് ഇല്ലാതെ വണ്ടി ഓടിക്കാന്ന് പറയുന്നവരാ നമ്മൾ. ദൈവത്തിനറിയാം, സ്തോത്രം, നിന്നെ കൊണ്ടുവെക്കുന്ന കാര്യമല്ല ഇത്. പൗലോസ് പറഞ്ഞു, ശൂലം വേണ്ട, ഞാൻ നന്നായി ജീവിച്ചാൽ പോരെ. ദൈവം പറഞ്ഞു, സ്തോത്രം, നീ മിടുക്കനാണ്, കരുത്തനാണ്, എനിക്കറിയാം. പക്ഷേ നിനക്കറിയാൻ വയ്യാത്തൊരു പൗലോസിനെ എനിക്കറിയാം. അതുകൊണ്ട് നീ അങ്ങ് വരെ എത്തണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതിൻ്റെ പേരിൽ നീ ഈ കാര്യം നീ ചോദിക്കരുത്, ഞാൻ ശൂലം വെക്കും, എടുക്കുകയല്ല. അപ്പോൾ പൗലോസ് ചോദിക്കുക, എന്നെ അത്ര വിശ്വാസമില്ലേ? ഞാൻ നീ വിളിച്ചപ്പോൾ ഇറങ്ങി വന്നതല്ല, ഞാൻ വലിയ പദവിയിരുന്ന ആളാണ്, എന്നിട്ട് ഞാൻ വന്നിട്ട് ഇപ്പം ഇതിനകത്ത് ഇതൊക്കെ ശരിയാ. നീ വരാനൊക്കെ മിടുക്കനായിരുന്നു, പക്ഷെ നിലനിൽക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിന്നെ നീ അറിയുന്നതിനേക്കാൾ അധികം നിന്നെ ഞാൻ അറിയുന്നു. അതുകൊണ്ട് ചെറിയൊരു സൂചി ഞാൻ വയ്ക്കും. ഈ സൂചി വയ്ക്കുന്നത് എനിക്ക് അബദ്ധം പറ്റിയതല്ല, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകരക്കാലം ഓർത്തോളണം, അതിനൊക്കെ അങ്ങ് സ്തോത്രം പറയാൻ നിവൃത്തിയുള്ളൂ. സ്തോത്രം. ഇത്രയും വഴി എന്തിനാ ചുറ്റിച്ചേ? ഇത്രയും വഴി എന്തിനാ കറക്കിയത്? ഒറ്റ മറുപടിയുള്ളൂ, നിങ്ങളെ എനിക്കറിയാം, നിങ്ങളെ എനിക്കറിയാം. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ യുദ്ധം കാണുമ്പോൾ നിങ്ങൾ പ്രശ്നത്തിലകപ്പെടുമെന്നറിയാം. നിങ്ങൾക്കതറിയില്ല. ഈ യാത്രയുടെ ദൈർഘ്യം, ഇതിൻ്റെ ഗുണമൊന്നും അറിയല്ല. നിങ്ങൾക്കിത് സംബന്ധിച്ചിടത്തോളം അടിമത്തത്തിൽ നിന്ന് വിടുതൽ കിട്ടിയില്ലെന്ന് ഓർത്തിട്ട് ചെങ്കടലും കയറി ചാടിക്കയറി എങ്ങനെയെങ്കിലും സ്ഥലത്തെത്തിയാൽ മതി, പാലും തേനുമാ നിങ്ങളുടെ മനസ്സിനകത്തിരിക്കുന്നതെന്നറിയാം. പക്ഷെ അതല്ല, അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ചിലത് നടന്നേ പറ്റൂ. ഇപ്പം രണ്ടാമത്തെ കാര്യം, ദൈവത്തിനറിയാം. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, അനുതപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന്. ഞങ്ങൾ പോകത്തില്ലെന്ന് പറഞ്ഞാലും ദൈവത്തിനറിയാം. പത്രോസിന് അബദ്ധം പറ്റിയില്ലേ? ഇങ്ങനെ യേശുവിനോട് പറഞ്ഞില്ലേ? കർത്താവ് പറഞ്ഞല്ലോ, ആരൊക്കെ ഈ കൂടെ നിൽക്കുന്ന ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ തള്ളി പറയുക. യേശു പറഞ്ഞു, നിന്നെ എനിക്കറിയാം, നിനക്കറിയില്ല, നിന്നെ എനിക്കറിയാം. ഇന്ന് രാത്രി കോഴി എഴുന്നേക്കുന്നേക്കാകുമ്പോൾ നീ എഴുന്നേക്കും, എന്നെ തള്ളി പറയും.
എന്നല്ലേ പറഞ്ഞ്? സ്തോത്രം. നിന്നെ നിനക്കറിയില്ല പൗലോസേ, നിന്നെ നിനക്കറിയില്ല. അതുകൊണ്ടാ ശൂലം വെച്ച് നീ കിടന്ന് സ്തോത്രം നിഗളിക്കാതിരിക്കാൻ. നീ അതിനു വേണ്ടി ഉപസിക്കും വേണ്ട, പ്രാർത്ഥിക്കാൻ വേണ്ട, ചോദിക്കും വേണ്ട. നിന്നെ നിനക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ശൂലം വെച്ചു. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, മോശേ, നിന്റെ കൂടെ നടക്കുന്ന ആളുകളെ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നീ ഇനി 200 കൊല്ലം നടന്നാലിട്ട് മനസ്സിലാകുകയില്ല. ഞാൻ മനസ്സിലാക്കിക്കോളാം. അതുകൊണ്ട് ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകരക്കാലം കേട്ടോളണം, നമ്മളെ നന്നായി അറിയുന്നൊരു ദൈവം ഉള്ളതുകൊണ്ടാണ്. രണ്ടാമത് നമ്മുടെ മനസ്സുറയ്ക്കാൻ വേണ്ടി മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ എന്നല്ല, ഇതറിയേണ്ടവൻ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഇങ്ങനെ നിൽക്കുന്നത്. അവൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ കുഴി ചാടി പണ്ടേ തീർന്നേനെ. സ്തോത്രം. ഈ യാത്ര നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തോളണം, അബദ്ധം പറ്റിയതല്ല, ആലോചന പ്രകാരമാണ് നടക്കുന്നത്. ഈ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, നിങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘമെല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രഫീദീമിലെത്തി പാളയം ഇറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. നിങ്ങൾ നോക്കിയേ, സ്തോത്രം. ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇവര് ചുമ്മാ തോന്നി വഴിക്ക് 4 വശം ചേർത്തിട്ടില്ല, യഹോവയുടെ കൽപ്പന പ്രകാരം യാത്ര ചെയ്യുന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്. കൽപ്പന പ്രകാരം യാത്ര ചെയ്യുന്നു. കൽപ്പന പ്രകാരം യാത്ര ചെയ്തിട്ടും എവിടെ എത്തി? രഫീദീമിലെത്തിയെന്ന് മനസ്സിലായി. പക്ഷേ അവിടുത്തെ പ്രശ്നം എന്താ? വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ യഹോവയുടെ കൽപ്പന പ്രകാരം യാത്ര ചെയ്താൽ വെള്ളമില്ലാത്ത സ്ഥലത്തേക്കാണോ കൊണ്ടുപോകണ്ടേ? സ്തോത്രം. ഈ വെള്ളമില്ലാതെ വന്നപ്പോഴും അവരുടെ മനസ്സിനകത്ത് ഉറപ്പുണ്ടാകണം, ഞങ്ങൾ വഴിതെറ്റി വന്നവരല്ല. ഈ സഭയ്ക്കകത്തേക്ക് വന്നത് വഴിതെറ്റി വന്നതല്ല, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം വന്നതാണ്. വന്നിടത്ത് വെള്ളമില്ലാതെ പോയി, അതിൻ്റെ സാഹചര്യമാണ്. പക്ഷെ വെള്ളമില്ലാതെ പോയാലും എൻ്റെ കർത്താവ് കൽപ്പന പ്രകാരം വന്നതുകൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കും. അപ്പം ഇന്ന് വീണ്ടും നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്യണം, ഞാൻ അബദ്ധം പറ്റി വന്നതല്ല, ഞാൻ വെറുതെ സ്തോത്രം പറയാൻ തുടങ്ങിയതല്ല, ഞാൻ വെറുതെ അമ്മച്ചിയുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങിയതല്ല, ഞാൻ വെറുതെ വേദപുസ്തകം വാങ്ങിയതല്ല, ഞാൻ വെറുതെ പാട്ടുപുസ്തകം കൺവെൻഷനോ അപ്പം മേടിച്ചതല്ല, ഞാൻ വെറുതെ ഒരു വെള്ളച്ചുരിദാറോ സാരിയോ മേടിച്ചതല്ല, വെള്ളക്കുപ്പായം മേടിച്ചതല്ല. ഇതിൻ്റെ പുറകിലൊരു നടത്തിപ്പുണ്ട്, ഇതിൻ്റെ പുറകിലൊരു ദൈവ കൽപ്പനയുണ്ട്. ഞാൻ വെറുതെ വചനം പഠിക്കുന്നത് കറസ്പോൺസ് കോഴ്സ് ആണെങ്കിലും ചുമ്മാ കയറി കൈ കൊടുത്തതല്ല, വെറുതെ കയറി വായിക്കാൻ തുടങ്ങിയതല്ല, സ്തോത്രം, വെറുതെ ഒരു സഭയിലേക്ക് കയറി വന്നതല്ല. യഹോവയുടെ കൽപ്പന പ്രകാരമാണ് വന്നത്, പക്ഷേ വെള്ളമില്ലാതെ പോയി. കൽപ്പന പ്രകാരം വന്നിട്ടും വെള്ളമില്ലാതെ പോയി. അതുകൊണ്ട് അവിടെ വെച്ചോണ്ട് അങ്ങ് അങ്കലാപ്പ്, അബദ്ധം പറ്റിയതാണോ, ചതിക്കപ്പെട്ടതാണോ, ഇതിനി ശരിയാണോ? എത്രയോ പേർക്ക് പറ്റുന്നു. എത്രയോ പേര്, ഞാൻ ഈ ഇടയ്ക്കെല്ലാം പറയുന്ന പോലെ എത്രയോ പേര് യൂട്യൂബിനകത്തിരുന്നുകൊണ്ട് കുമ്പസാരിക്കുന്നു. സ്തോത്രം. അബദ്ധം പറ്റിപ്പോയി, ഞങ്ങൾ വിട്ടുപോകുന്നു. ഇതെല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്താ കാര്യം? യഹോവയുടെ കൽപ്പന പ്രകാരം വന്ന സ്ഥലത്തും ചിലപ്പോൾ വെള്ളമില്ലാതെയാകാം, പ്രതീക്ഷിച്ചതുപോലെ അല്ലാതെയാകാം. പക്ഷെ അവിടെ എന്താ പരിഹാരം? അവിടെ ബഹളം വയ്ക്കുകയല്ല, അവിടെ തന്നെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സ്നാനപ്പെട്ടത്, പാസ്റ്റർ പറഞ്ഞുകൊണ്ടല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്തോത്രം, നമുക്ക് അബദ്ധം പറ്റിക്കഴിഞ്ഞു എന്ന് പറയുന്നതാണ് നല്ലത്. പക്ഷെ എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു, ഞാൻ ഈ സത്യം തിരിച്ചറിഞ്ഞു. എൻ്റെ ഉള്ളിൽ വന്ന ദൈവകൃപ വെറുതെ വന്നതല്ല, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം വന്നതാണ്, ദൈവം തന്നതാണ്. അങ്ങനെ വന്ന് 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 രഫീദീമിലെത്തിയപ്പോൾ വെള്ളമില്ലാതെയായി. വെള്ളമില്ലാതെ ആയപ്പോഴേക്കും ദൈവത്തെയും ദൈവകൽപ്പനയും സംശയിക്കുകയാണോ? അല്ല, അവിടെ നിന്നപ്പോൾ ദൈവം പറഞ്ഞു, വെള്ളം ഞാൻ തരാം. ദൈവത്തെ സംശയിക്കരുത്, ദൈവത്തിൻ്റെ വിളിയെ സംശയിക്കരുത്, ദൈവത്തിൻ്റെ കൽപ്പനയെ സംശയിക്കരുത്. നീ അനുസരിച്ച ഒരു സത്യത്തെ അവിശ്വസിക്കരുത്. ദൈവം പറഞ്ഞിട്ടാണ് ഇവിടെ വരെ എത്തിയത് എന്ന് വിശ്വസിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പരിഹാരവുമായിട്ട് ദൈവം വരും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാറയ്ക്കകത്തുനിന്ന് വെള്ളം തരും. പ്രശ്നം പരിഹരിക്കുന്നവൻ കൂടെയുണ്ട്, പക്ഷെ കാര്യം അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. മൂന്നാമത്തെ കാര്യം, ഇവിടെ വരെ എത്തിയത്
വെറുതെയല്ല എന്ന് നാം ദൈവസന്നിധിയിൽ സ്തോത്രം നന്നായി മനസ്സിലാക്കണം. ഹല്ലേലൂയ. അടുത്തത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം അവരെ അതിലെ കൊണ്ടുപോകുകയില്ല, ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടെ ദൈവം ജനത്തെ ചുറ്റി നടത്തി. സ്തോത്രം. നാലാമത്തെ കാര്യം ഉടനെ ഞാൻ പറയാട്ടോ, ദൈവമായ കർത്താവ് അവരെ ചുറ്റി നടത്തി. സ്തോത്രം. ചുറ്റുക എന്ന് പറയുന്നത് വലിയ പാടാണ്. സ്തോത്രം. വഴിതെറ്റി നമ്മൾ ഒരു പ്രാവശ്യം കറങ്ങിയിട്ട് വീണ്ടും റൗണ്ട് റിംഗ് റോഡിലൂടെ കറങ്ങി അവിടെ തന്നെ വരുമ്പോൾ കൂടെ യാത്ര ചെയ്യുന്നവരെന്താ പറയും? കറങ്ങി വരും. അപ്പോൾ ഈ കെട്ടിടമല്ല നമ്മൾ ഇവിടെ നിന്നല്ലേ തുടങ്ങിയത്, പിന്നെ എന്താ അവിടെ തന്നെ വന്നു? പാവൻ ഡ്രൈവർ ഇവരെ പോലെ തന്നെ അവരും കണ്ടുകൊണ്ടിരുന്നതല്ലേ. പക്ഷേ ചുറ്റി നടക്കുക എന്ന് പറഞ്ഞ് വലിയ പാടാണ്. പിള്ളേരും ചോദിക്കും, അമ്മ എത്രയും പ്രാർത്ഥിച്ചിട്ട് ചുറ്റിക്കറങ്ങി പിന്നെ അവിടെ തന്നെ വന്നു. ചുറ്റതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങി അവിടെ പിന്നെയും ചെല്ലും. സ്തോത്രം. പിന്നെ അങ്ങ് ചെല്ലും. അഥവാ നമ്മൾ 20 കിലോമീറ്റർ വഴി തെറ്റി അങ്ങ് ഓടി അങ്ങ് പോയി അവിടെ വരെ ചെന്നു. ഞങ്ങളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് അവിടെ ചെന്നപ്പോഴത്തേക്കും വഴി തെറ്റിയെന്ന് മനസ്സിൽ നമ്മൾ വണ്ടി അവിടെ നിർത്തിയപ്പോൾ പറയുകയാണോ, അയ്യോ നിങ്ങളുടെ 20 കിലോമീറ്റർ അപ്പുറം വെച്ച് തിരിയേണ്ടതായിരുന്നു, തിരിഞ്ഞു. അന്നേരം പറയുകയാണ് ഇനി തിരിഞ്ഞ് 20 കിലോമീറ്റർ അങ്ങോട്ട് പോകണം എന്ന് പറയുന്നതും. അന്നേരം മനുഷ്യൻ പറയുകയാണെങ്കിൽ ഇവിടെ വരെ വന്നില്ല, ഇനി പുറകോട്ട് പോകണ്ട, ഇവിടെ ഇച്ചിരോടെ ഒരു 1/2 കിലോമീറ്റർ മുന്നോട്ട് ചെല്ലുമ്പോൾ വലത്തോട്ട് റോഡുണ്ട്, ചെറിയ റോഡാണെന്നുള്ളൂ, ആ റോട്ടിൽ കൂടെ 5 കിലോമീറ്റർ ചെല്ലുമ്പോൾ മറ്റേ റോട്ടിൽ ചെന്ന് ചാടും എന്ന്. ഏതാ കേൾക്കാൻ സുഖം? നമുക്ക് സുഖം ഏതാ? ചുറ്റുന്ന നമുക്ക് ഇഷ്ടമല്ല. കുറുക്ക് വഴി ഉണ്ടെന്ന് കേട്ടാൽ പറയും, ഓട്ടോ പോകുന്ന റോഡാണെങ്കിലും ഞാനിത് കണ്ട് 45 ലക്ഷത്തിൻ്റെ കാറാണെങ്കിലും പൊക്കോളാം. കാരണം ചുറ്റാൻ നമുക്ക് ഇഷ്ടമില്ല. തിരിച്ചു പോകണമെന്ന് കേൾക്കുമ്പോൾ ആ വണ്ടിക്കകത്തിരുന്ന് ഇന്നത്തെ ദിവസം പോയി കിട്ടി, ഇന്ന് ആരെ കണ്ടോണ്ടാണ് ഇറങ്ങിയെന്ന്. മറ്റേ വഴി കൂടെ കയറുന്നത് എളുപ്പമാണ്. ഇതുപോലെ ചുറ്റാൻ ഇഷ്ടം. പക്ഷെ ദൈവത്തിൻ്റെ പ്രോഗ്രാമിനകത്ത് ചിലപ്പോൾ വന്നിടത്തൊന്നോടെ വരേണ്ട വരും. അതാ ചുറ്റൽ. തുടങ്ങിയോടത്തൊന്നോടെ ആ മാനസാന്തരപ്പെട്ടിടത്തൊന്നോടെ വരേണ്ട വരും. സ്തോത്രം. അവിടെ വന്ന് പിന്നെയും മാനസാന്തരത്തിൽ നിന്ന് തുടങ്ങും, പിന്നെ ഒന്നേന്ന് തുടങ്ങും. അവിടെ നിന്ന് ഓരോ പടിക്കെട്ടുകൾ ചവിട്ടി കയറേണ്ട വരും. സ്തോത്രം. കാരണം നിന്നെ സ്വർഗത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറുക്ക് വഴി കൂടെ വന്ന വഴി കൂടെ കയറ്റിവിട്ടാൽ പറ്റിയല്ല. നിന്നെ ആ പഴയ നിലവാരത്തിൽ ഒന്നേന്ന് പിന്നെയും തുടങ്ങി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് അവിടെ നിന്ന് പിന്നെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് കയറ്റിക്കൊണ്ട് വരേണ്ട വരും. അതാ ചുറ്റൽ. അപ്പോൾ ഒന്ന് ചുറ്റണ്ട വന്നാലും ഓർത്തോളണം, പിന്നെയും ഇവിടെ നിന്ന് തുടങ്ങിയല്ലോ കർത്താവേ എന്ന് പറയുമ്പോൾ ഓർത്തോളണം, ദൈവം കൈവിട്ടിട്ടില്ല, സ്വർഗം മാറിപ്പോയിട്ടില്ല. സ്തോത്രം. ഇച്ചിരി ചുറ്റൽ വന്ന് ഒന്നോടെ കറങ്ങി വരണ്ട വന്നെങ്കിലും പാലും തേനും ഒഴുകുന്നിടത്ത് എത്തും. സ്തോത്രം. ഒന്ന് കറങ്ങി ഇച്ചിരി താമസിച്ചു. ആദ്യത്തെ ബാച്ചിനകത്ത് കയറാൻ പറ്റിയില്ല, അവരൊക്കെ മുന്നോട്ട് വഴിതെറ്റാതെ പോയി. പക്ഷേ എനിക്ക് വന്ന എന്തോ കുറവ് കൊണ്ട് ഒന്ന് ചുറ്റണ്ട വന്നു. കുറേ ചുറ്റിക്കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ജീവിതകാലം മുഴുവൻ ഇങ്ങേരുടെ കൂടെ കൂടിയതിന് ശേഷം ചുറ്റൽ മാത്രമേ ഉള്ളെന്ന് പറയും. പക്ഷെ ദൈവം കൂടെ വന്നതിൻ്റെ പേരിൽ ഒരു ദിവസം പറയും നീ ചുറ്റിയത് മതി. 2:2 എഴുതി അങ്ങനെയല്ലേ? നീ പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചു നിങ്ങൾ ഈ പർവ്വതം ചുറ്റിയത് മതി, വടക്കോട്ട് തിരിഞ്ഞോ എന്നൊരു ദിവസം ദൈവത്തിന്റെ ലൊക്കേഷൻ മാപ്പ് ഒരു ദിവസം നിനക്ക് ഗൈഡ് ചെയ്യും. നീ ചുറ്റിയത് മതി. സ്തോത്രം. ദൈവത്തിന് മനസ്സിലാകും നീ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി, ഏറെക്കുറെ പഠിച്ചു, അതുകൊണ്ട് ഇനി ചുറ്റിയത് മതി, തിരിയേണ്ടടത്തേക്ക് തിരിഞ്ഞോളാൻ സ്വർഗം കൽപ്പിക്കും. പക്ഷേ തുടക്കത്തിലൊന്നും ദൈവം അത് പറയുകയല്ല. കുറേ ചുറ്റിക്കഴിയുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും നീ ഏറെക്കുറെ പാകമായിട്ടുണ്ട്. അന്നേരം പറയും സ്തോത്രം, ചുറ്റിയത് മതി, ഞാൻ കൽപ്പിക്കുന്നു വടക്കോട്ട് തിരിഞ്ഞോളാൻ.